ഗുഡ് മോർണിംഗ്. ഇത് നമ്മൾ മാത്സ് ആണ് എടുക്കാൻ പോണത്. മാത്സിൽ നെക്സ്റ്റ് ചാപ്റ്റർ 26ാമത്തെ ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ ടു പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി എന്ന് നമുക്കറിയാം അല്ലേ, മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് അല്ലേ. അപ്പം എത്ര സാധ്യതയുണ്ട്? പെയ്യാൻ എത്രയാണോ സാധ്യത? 50 സാധ്യത. അതേപോലെ തന്നെ എന്താണ് 50% തന്നെയാണ് പെയ്യാതിരിക്കാനും സാധ്യത. എന്തെങ്കിലും രണ്ട് കാര്യമല്ലേ നടക്കുള്ളൂ, ഒന്നെങ്കിൽ പെയ്യും അല്ലെങ്കിൽ പെയ്യില്ല. നമ്മളൊരു കോയിൻ ടോസ് ചെയ്യണ് അല്ലേ, ആകെ രണ്ട് വശം വരുള്ളൂ, ഒന്നെങ്കിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ. എന്താണ് രണ്ടും വരാനുള്ളത് ഹാഫ് ചാൻസ് ആണ്. അപ്പോൾ നമ്മൾ തന്നെ വിചാരിക്കുകയാണ് പ്രോബബിലിറ്റി എന്തായിരിക്കും പ്രോബബിലിറ്റി എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കണക്കുകളാണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്നത് ഈ കോയിൻ ടോസ് ചെയ്യണ കണക്ക്. അപ്പോൾ രണ്ട് പ്രോബബിലിറ്റി ഉള്ളൂ. ഏതൊക്കെയാണ്? ഒന്നെങ്കിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ. പിന്നെ ഡൈ നമ്മൾ പാമ്പും കോണിലൊക്കെ ഇടില്ലേ, അത് അവിടെ എന്ന് പറയുമ്പോൾ ആറ് ചാൻസാണ് ഉള്ളത്. 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം. അപ്പം അങ്ങനത്തെ ഒരു പ്രോബബിലിറ്റി. പിന്നെ എപ്പോഴും ചോദിക്കുന്നതാണ് കാർഡ്. നമ്മൾ ചീട്ടുണ്ടല്ലോ, ചീട്ട് എന്ന് പറയുമ്പോൾ 52 കാർഡ്സ് ഉണ്ട്. അപ്പോൾ അതിൽ എത്ര ബ്ലാക്ക് കാർഡ്സ്, ബ്ലാക്കിൽ തന്നെ എത്ര ക്യൂന്, എത്ര കിങ്, എത്ര ജോക്കർ. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക കേട്ടോ കാർഡിൻ്റെ കേസിൽ. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുക. അപ്പോൾ പറയുകയാണ്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കാർഡ് ഇങ്ങനെ ഷഫിൾ ചെയ്യുമ്പോൾ അതിൽ റെഡ് കാർഡ്സ് വരാനായിട്ട് എത്രയാണ് പ്രോബബിലിറ്റി? അപ്പോൾ എത്രയാണ് പ്രോബബിലിറ്റി വരിക? മൊത്തം എത്ര റെഡ് കാർഡ് ഉണ്ട്? 26 റെഡ് കാർഡാണ് മൊത്തം ചീട്ടിൽ. 26 ബ്ലാക്കും 26 റെഡും ആണ്. അതിലുള്ള ക്യൂനും ഇതൊക്കെ വേറെ പൊക്കോട്ടെ. പക്ഷേ ബ്ലാക്ക് എന്ന് പറയുന്നത് എന്താണ്? 26 എണ്ണമാണ്. അതുപോലെ തന്നെ റെഡ് എന്ന് പറയുന്നത് 26 എണ്ണാണുള്ളത്. അപ്പം മൊത്തം പ്രോബബിലിറ്റി എത്രയാണ്? ആകെ എത്ര ചീട്ടുണ്ട്? അതാണ് മൊത്തം പ്രോബബിലിറ്റി എത്രയാണ്? 52 ആണ്. അപ്പോൾ 52ൽ 26 ചാൻസ് ഉണ്ട് ബ്ലാക്കിന് അല്ലേ. നമ്മളിങ്ങനെ ഷഫിൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ ഷഫിൾ ചെയ്ത് വലിക്കുമ്പോൾ എന്താണ് 26 പ്രാവശ്യം ബ്ലാക്ക് കാർഡ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്തുകൊണ്ടാണ്? 26 ബ്ലാക്ക് കാർഡ്സ് ഉണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ വാല്യൂ? അപ്പോൾ 26 എന്താണ് ടോട്ടൽ പ്രോബബിലിറ്റി, ടോട്ടൽ വാല്യൂ. അങ്ങനെയാണത് വരിക. ഇപ്പോൾ ഡൈ ടോസ് ചെയ്യുമ്പോൾ ഇപ്പോൾ 2 വരാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 1 ഉള്ളൂ. 1/6 ആണ്. 6 സൈഡ് ഉണ്ട്, അതിൽ 2 എന്ന് പറയാനായിട്ട് ഒരു സൈഡുള്ളൂ. ഇനി അതേ സമയത്ത് തന്നെ ഈവൺ നമ്പേഴ്സ് വരാനായിട്ട് ഡൈ ഇടാണ്. ഡൈയിൽ ഈവൺ നമ്പേഴ്സ് 1, 2, 3, 4, 5, 6. അതിൽ ഈവൺ നമ്പർ വരുന്നത് 2, 4, 6. 3 ഈവൺ നമ്പർ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 3/6 മൊത്തം 6 അതിൽ 3 എണ്ണം എന്താണ് ഈവൺ നമ്പർ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കണക്കുകളാണ് വരിക. പിന്നെ പറയും എന്താണ്, ഒരു കൊട്ടയിൽ നിറയെ 4 റെഡ് ബോൾ ഉണ്ടാവും, 5 വൈറ്റ് ബോൾ ഉണ്ടാവും, 3 ബ്ലാക്ക് ബോൾ ഉണ്ടാവും. അപ്പോൾ അതിൽ എത്ര ബ്ലാക്ക് ബോൾ വരാനുള്ള സാധ്യതയുണ്ട്? അപ്പോൾ എത്രയാണോ ബ്ലാക്ക് ബോളിൻ്റെ എണ്ണം ടോട്ടൽ ബോൾസ് എത്രയാണോ, ഇതിനുള്ള പരിപാടി. അപ്പോൾ അങ്ങനത്തെ സംഭവമാണ് എന്ത് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് കണക്കുകൾ ചെയ്യുമ്പോൾ ക്ലിയർ ആവും. പ്രോബബിലിറ്റിയുടെ പറഞ്ഞല്ല. അപ്പോൾ നോക്കിയേ, ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ടെയിൽ വരാൻ എത്രയാണ്? പകുതി. കാരണം ഒന്നെങ്കിൽ ടെയിൽ അല്ലെങ്കിൽ ഹെഡ് വരണല്ലോ. ഹെഡ് വരാനായിട്ട് പകുതി ചാൻസ് ആണുള്ളത്. ഇനി നോക്കിയാൽ ഡൈൻ്റെ കേസിൽ 6 പോസിബിലിറ്റീസ് ആണ് വരിക. 1, 2, 3, 4, 5, 6. അതിൽ ഈവൺ നമ്പർ എത്ര എണ്ണം ഉണ്ട്? 2, 4, 6 ആണ്. അപ്പോൾ 3/6. അതായത് അതിന് നമ്മൾ ഏറ്റവും ചെറുതാക്കി പറയാട്ടാ 1/2 ആണെന്ത് ഒരു ഡൈ ടോസ് ചെയ്യുമ്പോൾ ഈവൻ നമ്പേഴ്സ് വരാനുള്ള ചാൻസ്. ഓഡ് നമ്പേഴ്സോ അതേപോലെ തന്നെ 3 ഓഡ് നമ്പറാണുള്ളത്. ടോട്ടൽ 6 ആണുള്ളത്. 3/6 1/2. ഇനി വേറെ കണക്കുകൾ നോക്കാം കേട്ടോ. ഇപ്പോൾ ഒരു കാർഡ് 52 കാർഡ്സ് ആണുള്ളത്. 26 റെഡും 26 ബ്ലാക്കും. അപ്പോൾ കണക്കുകൾ നോക്കാം. ഒരു പാക്ക് ഓഫ് കാർഡ്സ് ഷഫിൾ ചെയ്യാണ്. അപ്പോൾ അതിൽ റെഡ് കാർഡ്സ് വരാനുള്ള പ്രോബബിലിറ്റി നമുക്കറിയാം എന്താണ്? P(r) എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് റെഡ് കാർഡ് എന്നാണ്. 26 റെഡ് കാർഡാണ് ഉള്ളത് മൊത്തം 52 എണ്ണത്തിൽ. അപ്പോൾ 1/2 പ്രോബബിലിറ്റി. ഇനി ബ്ലാക്ക് കാർഡ്സ് എത്ര തന്നെയാണ്? 26 എണ്ണമാണ്. അതിൽ ഒറ്റ കിങ്ങേ ഉള്ളൂ. അപ്പോൾ 1/26 അങ്ങനെ എഴുതാം. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? മൊത്തം 2 കിങ്ങുകളുണ്ട്. ഏതിൽ? 52 കാർഡ്സിൽ റെഡിലൊരു കിങ് ഉണ്ട്, ബ്ലാക്കിലൊരു കിങ് ഉണ്ട്. അപ്പോൾ അതിൽ ബ്ലാക്ക് കിങ് വരാനുള്ള ചാൻസ് എങ്ങനെയാണ്? 1/26. റെഡ് കിങ് ആണെങ്കിലും ഇങ്ങനെ തന്നെ. അപ്പോൾ ഏറ്റവും നല്ലത് ഇതാണ്. കാരണം ബ്ലാക്ക് കാർഡ്സ് 26 എണ്ണം ഉള്ളത്, അതിൽ ഒരു കിങ് ആണുള്ളത്. അപ്പോൾ 1/26 എന്നുള്ളതാണ് കിങ്ങിൻ്റെ പ്രോബബിലിറ്റി. ഇനി ക്യൂൻ നോക്കിയേ. ക്യൂൻ 4 എണ്ണം ഉണ്ട്. റെഡിൽ 2 എണ്ണം, ബ്ലാക്കിൽ 2 എണ്ണം, മൊത്തം 4 കാർഡ്സ് ഉണ്ട്.
52 ടോട്ടൽ 52 കാർഡ്സിൽ 4 കാർഡ് കിങ് ആണ്. അപ്പം 4/52 ഏറ്റവും ചെറുതാക്കുമ്പോൾ 1/13 ആണ് എന്ത് വരുന്നത്, ക്യൂൻ വരാനുള്ള ചാൻസ്. ഇനി വേറൊരു ടൈപ്പ് കണക്ക്. ഒരു ബാഗിൽ 4 റെഡ് ബോൾസ്, 3 ബ്ലാക്ക് ബോൾസ്, 2 വൈറ്റ് ബോൾസ് ഉണ്ട്. ഇനി അതിൽ എന്താണ് റെഡ് ബോൾസ് വരാനുള്ള പ്രോബബിലിറ്റി. ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് അപ്പോൾ എത്രയാണ്, 4 + 3 + 2 എത്ര വരിക, 9 ആണ് വരിക. റെഡ് ബോൾസ് 4 എണ്ണം ഉള്ളത്. റെഡ് ബോൾ വരാനുള്ള പ്രോബബിലിറ്റി 4/9. ഇറ്റ് ഈസ് നോട്ട് ബ്ലാക്ക്, അതായത് ബ്ലാക്ക് വരാതിരിക്കാനുള്ളത്, ബ്ലാക്ക് അല്ല ആ ചാൻസ്. ബ്ലാക്ക് ബോൾസ് എത്ര എണ്ണയാണുള്ളത്, 3 എണ്ണം ഉള്ളത്. നോട്ട് ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ വേറെ ആരൊക്കെയുള്ളത്, റെഡും വൈറ്റാണുള്ളത്. റെഡിന് 4 എണ്ണം ഉണ്ട്, വൈറ്റ് 2 എണ്ണം ഉണ്ട്. അപ്പോൾ മൊത്തം 6 എണ്ണം ഉണ്ട്. 3 ബ്ലാക്ക് ബോൾസ് അല്ലാതെ വേറെ കളർ, അത് ബ്ലാക്ക് അല്ലാത്ത കളർ എത്ര എണ്ണം ഉണ്ട്, 6 എണ്ണം ഉണ്ട്. അപ്പം നോട്ട് ബ്ലാക്ക് എന്ന് പറയുമ്പോൾ 6/9 = 2/3. അപ്പോൾ ഇങ്ങനത്തെ കണക്കുകളാണ് നമുക്ക് വരിക കാർഡുകൾ വെച്ചിട്ട് തന്നെ വരിക. അപ്പോൾ കാർഡ് നമ്മളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഡൈയിൻ്റെ കേസ് വരുമ്പോൾ നോക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള സിമ്പിൾ കണക്കുകളാണ് വരിക. നന്നായിട്ട് പഠിക്കുക.